ഹലോ എവരിവൺ, എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് PSC ഈ വർഷം ചോദിച്ച കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ്, അതായത് PYQs ആണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരാശരി അഥവാ ആവറേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സിൻ്റെ തുക 24 ആണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവരുടെ വയസ്സൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കുകയാണ്? മീനയുടെ വയസ്സ് X ആണെന്ന് നമ്മൾ എടുത്തു. മീനയുടെ വയസ്സ് നമ്മൾ X ആണെന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് 2X ആണെന്ന് കിട്ടും. അതായത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സോനുവിൻ്റെ വയസ്സ് നമുക്ക് ഇതിൽ നിന്നും കിട്ടില്ലേ? 2 മടങ്ങെന്ന് പറയുമ്പോൾ 2X. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കിട്ടും രാജുവിൻ്റെ വയസ്സും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. രാജുവിൻ്റെ വയസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രാജുവിൻ്റെ വയസ്സ് നമുക്ക് എത്ര കിട്ടും? സോനുവിൻ്റെ വയസ്സ് 2X ആണ്. അതിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ +4. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് 3 പേരുടെയും വയസ്സിൻ്റെ തുക 24 ആണെങ്കിൽ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 3 പേരുടെയും തുക എല്ലാം കൂടി ആഡ് ചെയ്യാണ്. തുക എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാണല്ലോ. അപ്പോൾ X + 2X + 2X + 4, അതായത് ഈ 3 നമ്മൾ ആഡ് ചെയ്യാണ്, = 24 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് X എന്ന് പറയുന്നത് കണ്ടെത്തിക്കൂടെ? ഇവിടെ എത്ര X ആണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1X 2X 2X ടോട്ടൽ 5X ഇല്ലേ? +4 = 24. അപ്പോൾ 5X എത്ര കിട്ടും? 24 - 4 എന്ന് കിട്ടും. കാരണം ഈ +4 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ -4 ആയിട്ട് മാറും. അപ്പോൾ 24 - 4 എന്ന് കിട്ടും. 24 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും X കണ്ടുകൂടെ? അപ്പോൾ X = 20 / 5 എന്ന് കിട്ടും ഇല്ലേ? 20 / 5 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ Xൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ Xൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് സോനുവിൻ്റെ വയസ്സാണ് കാണേണ്ടത്. അപ്പോൾ സോനുവിൻ്റെ വയസ്സ് കാണാനായിട്ട് ഇവിടെ സോനുവിൻ്റെ വയസ്സ് നമ്മൾ എടുത്തത് 2X എന്നാണ്. അപ്പോൾ ഈ 2Xൽ Xൻ്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോനുവിൻ്റെ വയസ്സ് കിട്ടുമല്ലോ. അപ്പോൾ സോനുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 2 × Xൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. അപ്പോൾ 2 × 4 8. ഇതാണ് സോനുവിൻ്റെ വയസ്സ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ എന്ന് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ 15,000 രൂപയ്ക്ക് വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15,000 തന്നിട്ടുണ്ട്. വിറ്റത് 13,350 രൂപയ്ക്കാണ് വിറ്റത്. അഥവാ സെല്ലിംഗ് പ്രൈസ് SP എന്ന് പറയുന്നത് 13,350 രൂപ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് നഷ്ടം എത്ര ശതമാനമാണ്, അതായത് നഷ്ടശതമാനം അഥവാ ലോസ് % ആണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നഷ്ടം കാണാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് CP - SP, ഈ ഒരു വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എത്രയെന്ന് നോക്കുക. അപ്പോൾ അത് കാണുമ്പോൾ 15,000 നിന്ന് 13,350 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.
5 6 1. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ലോസ് എന്ന് പറയുന്നത് അഥവാ നഷ്ടം എന്ന് പറയുന്നത് 1650 രൂപയാണ് നഷ്ടം എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് നഷ്ട ശതമാനമാണ് കാണേണ്ടത്, അഥവാ ലോസ് പേഴ്സൻറ്റേജ് ആണ് കാണേണ്ടത്. ലോസ് പേഴ്സൻറ്റേജ് കാണാനായിട്ട് ലോസ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? CP ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ചെയ്യുക. അതായത് ലോസ് എന്ന് പറയുന്നത് നമുക്ക് 1650 വാങ്ങിയ വില, അതായത് വിറ്റ വിലയല്ല, വാങ്ങിയ വിലേനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലോസ് പേഴ്സൻറ്റേജ് നമ്മൾ കാണുന്നത്. അപ്പോൾ വാങ്ങിയ വിലയുമായിട്ടാണ് നമ്മളത് നഷ്ടമാണോ എന്നത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? 15000 വാങ്ങിയ വില. ഓക്കെ, ഇൻറ്റു 100. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നത്, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും, ഈ ഒരു 0 ക്യാൻസൽ ചെയ്യും, പിന്നെ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5ൽ 3, ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 3, വീണ്ടും 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 11. അപ്പോൾ ആൻസർ 11 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 11% എന്ത്? നഷ്ട ശതമാനം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ.